സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജയ് ഖന്നയ്ക്കെതിരെ BJPയുടെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവന അത് ഇന്ന് BJP തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള പരാമർശമാണ്, BJPയുടേതായിട്ടുള്ള പരാമർശമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭീഷണിപ്പെടുത്തലായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്താൻ വരെ മണ്ടത്തരം, അല്ലെങ്കിൽ മണ്ടത്തരം എന്നല്ല, സംഘപരിവാർ എപ്പോഴും മണ്ടത്തരങ്ങൾ പറയുന്ന കുറേ ആളുകൾ അതിലുണ്ട്. അങ്ങനെ മണ്ടത്തരം പറഞ്ഞവരൊക്കെ തന്നെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പൊ ഈ ഭീഷണിപ്പെടുത്തിയ ആള് സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു പ്രധാന ലീഡർ, നിരൻ ശർമ്മ അടക്കമുള്ള ആളുകളാണ്, വലിയൊരു ലീഡറായിട്ട് മാറും. കാരണം നോക്കൂ, കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുവന്ന ആളെ പുറത്തു കൊണ്ടുവന്നു, അയാൾക്ക് മാലയിട്ട് സ്വീകരണം. സർക്കാരാണ് എന്ത് ചെയ്യണത്? അല്ല, മാലയിട്ട് കൊടുത്തത് അവിടുത്തെ പോലീസ് ജയിലധികൃതരാണ്. സർക്കാർ എന്ത് ചെയ്യുന്നത്? സർക്കാരാണ്, കോടതിയല്ല. ശിക്ഷിക്കപ്പെട്ട ആളെ നല്ല നടപ്പാന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കിയാണ്. അങ്ങനെ ഇറക്കാനുള്ള റൈറ്റ് സർക്കാരിനുണ്ടല്ലോ, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരൊക്കെ. അപ്പോൾ സുപ്രീം കോടതിയോടുള്ളൊരു, പ്രത്യേകിച്ച് പല ഫാസിസ്റ്റ് തീരുമാനങ്ങളെയും സർക്കാരിൻ്റെ പല തീരുമാനങ്ങളെയും സുപ്രീം കോടതി ഇടപെട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തിരുത്തലുകൾ വരുത്തുന്നുണ്ട്. ഈ തിരുത്തലുകൾ എന്നുള്ളത് ഫാസിസ്റ്റുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ളതാണ് ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അവർ വലിയ രീതിയിൽ പ്രചരണം നടത്തി പാർലമെൻറ്റിലൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ ബില്ലുകളെയൊക്കെ സുപ്രീം കോടതി ചില ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പൂർണ്ണമായി സ്വാധീനിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്കുള്ളൊരു എന്നൊരു അഭിപ്രായം സംഘപരിവാർ. സുപ്രീം കോടതിയെ വിലക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വെച്ചാൽ ഭീഷണി കൊണ്ട് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ പുതിയ ആളായിട്ട് വന്നിട്ടുള്ളത് അമിത്ഷായുടെ സന്തത സഹചാരി കൂടിയാണ്. അതൊക്കെ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അതൊക്കെ സ്വാധീനിക്കപ്പെടും. അതേപോലെ തന്നെ സ്വാധീനിക്കപ്പെടാൻ ഈ ചീഫ് ജസ്റ്റിസിനെ കൂടിയും സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത. പല ജഡ്ജിമാരും അവരുടെ റിട്ടയർമെന്റിന് ശേഷം സർക്കാരിന്റെ രാജ്യസഭയിലേക്കുള്ള MP ആകുന്നു, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി സംശയിക്കും. കാരണം അവരുടെ ജഡ്ജ്മെന്റ് കാലഘട്ടത്തിൽ അവരുടെ തീരുമാനങ്ങളിൽ ഭരണകൂടത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ വരും. സ്വാഭാവികമായിട്ടും BJP ഈ പറഞ്ഞ വിമർശിച്ച നേതാവിനെ തള്ളിപ്പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിനെ, അദ്ദേഹം സുപ്രീം കോടതിയെ വിമർശിച്ചതിന് ജനങ്ങൾക്കിടയിൽ എന്തുണ്ട്, ശക്തമായ പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് BJP അതിനെ തള്ളി പറയണത്. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ രീതിയിലുള്ള സുപ്രീം കോടതിയിൽ ആർക്ക് താല്പര്യം? ഫാസിസ്റ്റുകൾക്ക് കോടതിയെ താല്പര്യമില്ല. അവർക്ക് ഇപ്പോഴത്തെ സിസ്റ്റം തന്നെ അവർക്ക് പാർലമെന്റ് എന്നുള്ളത് തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഏകാധിപത്യ രീതിയാണ് താല്പര്യം വരിക. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യമായ അല്ലെങ്കിൽ ഭരണഘടനയെ അംഗീകരിച്ചു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്തൊരു പ്രതിസന്ധി വന്നാലും, കോടതിയിൽ നിന്ന് വ്യത്യസ്തമായ വിധി വന്നാലും സുപ്രീം കോടതിയോടുള്ള രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോടുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മളതിൽ ചിലപ്പോൾ ഒരുപാട് തെറ്റായ ജഡ്ജ്മെൻറ്റുകളൊക്കെ വന്നേക്കാം. അതിനെ ചോദ്യം ചെയ്യാന്നല്ലാതെ അതേസമയം സുപ്രീം കോടതിയെ തള്ളിപ്പറയുക, ജഡ്ജിമാരെ ആക്ഷേപിക്കുക എന്നുള്ള രീതികളൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വന്നല്ലോ. അതിനെ ആ രീതിയിൽ എന്തായിരിക്കണം, ആ കേസായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ വേറൊരു കാര്യമുണ്ട്. അവരെല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയും ചീഫ് ജസ്റ്റിസിന് അല്ലെങ്കിൽ ജസ്റ്റിസുമാരുടെ സ്വത്ത് വിവരങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലേക്ക് പബ്ലിക് ഡൊമൈനിലേക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതവർ തീരുമാനം, പക്ഷെ അത് അത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BJPയുടെ ഒരു ഭീഷണിപ്പെടുത്തലിന്റെ തുടക്കം എന്ന് പറയുന്നത്, കാരണം നദ്ദ മാറുകയാണ്. JP നദ്ദ BJPയുടെ ദേശീയ അധ്യക്ഷനിൽ നിന്ന് മാറുകയാണ്. പകരം വരുന്നത് UPയുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. അപ്പോൾ യോഗി ആദിത്യനാഥ് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ഭീഷണി സ്വരം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്താ താങ്കൾ? തീർച്ചയായും. അതായത് JP നദ്ദ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വർഗീയമായ പ്രസ്താവനകളിലൂടെ പോലും കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു JP നദ്ദ, നിതിൻ ഗഡ്കരി എന്നൊക്കെ പറയുന്നത് വേറൊരു ശൈലിയാണ് അവർ സ്വീകരിക്കുന്നത്. അവർ RSS ആണ്, പക്ഷെ അവരുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ്. യോഗി ആദിത്യനാഥ എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ വിദ്യാഭ്യാസമില്ലായ്മ, വിവരക്കേടുകളൊക്കെ അവർ വിളിച്ചു പറയുന്നതുകൊണ്ട് അവർ വിവാദങ്ങളിൽ അവർ അകപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ BJP നേതാവിനെതിരെ എന്താ പറയുക,
കേസെടുത്ത് ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ വിമർശിച്ച, ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ച ഈ BJP നേതാവിനെ എതിരെ ശക്തമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ, ശക്തമായ ഒരു നടപടി വന്നിട്ടില്ലെങ്കിൽ നോക്കിക്കോ നസീഫെ, സംഘപരിവാറിൻ്റെ പല രണ്ടാം കിട, മൂന്നാം കിട, നാലാം കിട നേതാക്കന്മാരൊക്കെ ഈ രീതിയിലേക്ക് ഇനി ജഡ്ജിമാരെ അംഗീകരിക്കില്ല. അവർ വളരെ രീതിയിലുള്ള മോശമായ രീതിയിലേക്ക് ഒരു രീതിയിലേക്ക് ഉണ്ടാവും. ഇവിടെ സംഭവിക്കാൻ പോണത്, ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ളൊരു ജനത ഇവിടെ നിൽക്കുന്നില്ല, അവർ പുറത്തു പോകണല്ലോ. അവർ നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് എന്താ പറയുക, പൗരത്വം നേടിയിട്ട് യൂറോപ്പിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് കാര്യങ്ങളെന്നെങ്കിൽ ജനങ്ങളുടെ അവസാന പ്രതീക്ഷയായ സുപ്രീം കോടതിയെയും ഈ തങ്ങളുടെ തിട്ടൂരം കൊണ്ട് ഭയപ്പെടുത്തി കീഴടക്കാമെന്നൊരു വ്യാമോഹം സംഘപരിവാറിനുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുവാൻ രാജ്യത്തെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി വിശ്വസിക്കുന്ന ജനത തയ്യാറാവരുന്നതാണ്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് പറയാനുള്ളത്.